ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. റവ കൊണ്ടുള്ള നല്ല കിടിലൻ രുചിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് റവ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ക്യാരറ്റും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടും. ആ ഒരു സമയം വരേക്കും നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈയുടെ അടിയിൽ ഓയിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച ശേഷം 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തേങ്ങ നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ 1/4 കപ്പ് തേങ്ങ മതിയാവും. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിലോട്ട് വറ്റൽ മുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളം വറ്റാൻ പാടില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഉരുട്ടി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ബോൾസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിലുണ്ടാവണം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. റവ ബോൾസ് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇത് അടച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ പൊടിഞ്ഞൊന്നും പോയില്ല. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പൊട്ടിപ്പോവോ പൊടിഞ്ഞു പോവോ ഒന്നും ചെയ്യില്ല. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള റവ ബോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. റവ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അങ്ങനെ ചവക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. അത്രയും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.